ക്രിസ്മസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തോടൊപ്പം ആഘോഷിക്കാം. മുംബൈ സിറ്റിക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോട്ടയിൽ ഒരുക്കിയ നരകത്തിൽ വെല്ലുവിളികളുമായി ആർത്തിരമ്പിയെത്തിയ മുംബൈ സിറ്റിക്ക് കത്തിച്ചാമ്പലാകാനായിരുന്നു വിധി. അതെ, എതിരില്ലാത്ത 2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ തകർത്തു വിട്ടത്. ഈ സീസണിൽ ഇരു ടീമുകളുടെയും ആദ്യ മത്സരത്തിൽ മുംബൈയുടെ മണ്ണിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് നേരിടേണ്ടി വന്ന തോൽവിയേക്കാളും അവിടെ നേരിടേണ്ടി വന്ന അപമാനത്തിന് ഒരു മധുര പ്രതികാരമായിരുന്നു 1 ഗോൾ പോലും വഴങ്ങാതെ മുംബൈ സിറ്റിയെ 2 ഗോളുകൾക്ക് തറപറ്റിച്ചത്. മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ താരം കാമി പെപ്പറയ്ക്ക് 1 ഗോൾ അടിക്കാനും ഗോളിലേക്ക് വഴിയൊരുക്കാനും സാധിച്ചു എന്നത് തന്നെയാണ്. 11 മത്സരങ്ങളിൽ കളിച്ച പെപ്പറയ്ക്ക് മികച്ചത് എന്ന് പറയാൻ ചെന്നൈയിൻ എഫ്സിക്കെതിരെ നേടിയ 1 ഗോൾ മാത്രമായിരുന്നു കൈവശമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിലെ മികച്ച പ്രകടനം പെപ്പറയ്ക്കും ഒരു ആശ്വാസം തന്നെയാണ്. അതുപോലെ ആഡ്രിയാൻ ലൂണയുടെ അഭാവം നികത്താൻ ദിമിത്രിയോസ് അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റു താരങ്ങളെ കളിപ്പിക്കുന്നതിലും ശ്രദ്ധിച്ചത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മികച്ചൊരു കാര്യം തന്നെയാണ്. ദിമിത്രിയെ പോലെ സീനിയർ താരങ്ങളായ ലെസ്കോവിച്ചും പ്രഥം കോട്ടാലും കളിക്കളത്തിൽ കളി മെനയുന്നതിലും നേതൃത്വം നൽകി എന്നതും ശുഭസൂചന തന്നെയാണ്. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ ആക്രമിച്ച് കളിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ ഇടയ്ക്ക് ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും കൂടുതലും ഡിഫൻസിലായിരുന്നു ശ്രദ്ധ. 1 ഗോൾ വഴങ്ങാതെ ഇരിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ മുംബൈ സിറ്റി ആകട്ടെ 4 പ്രധാന താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും മത്സരത്തിൽ കളിച്ചത് മുഴുവൻ മുംബൈ സിറ്റി ആയിരുന്നു. ഏതാണ്ട് 65% ബോൾ കൈവശം വെച്ചതും മുംബൈ തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആകെ 35% ബോൾ കൈവശം വെച്ചത്. അതുപോലെ പാസുകളുടെ കാര്യത്തിലും 527 പാസുകൾ മുംബൈ നൽകിയപ്പോൾ 292 പാസുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. മത്സരത്തിലുടനീളം കാണാനായത് ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക പാസുകളും മുംബൈ താരങ്ങളുടെ കാലുകളിലേക്ക് തന്നെയായിരുന്നു എത്തുന്നത്. പാസിംഗ് ആക്യുറസി നോക്കിയാലും 81%-ലേറെ മുംബൈക്ക് തന്നെയായിരുന്നു. അതായത് കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അത്ര മികച്ചത് എന്നൊന്നും പറയാൻ സാധിക്കില്ല. മത്സരത്തിന്റെ 2 പകുതികളിലും മുംബൈ സിറ്റി നിരവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്ത് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താരങ്ങളുടെ അഭാവം മുംബൈ സിറ്റിയെ 1 ഗോൾ നേടുന്നതിൽ നിന്നും അകറ്റി നിർത്തി. എന്തായാലും നിരവധി പാളിച്ചകൾ ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും നോക്കുന്നില്ല. 2 ഗോളുകളുടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. കളിക്കളത്തിൽ ഉണ്ടായ പാളിച്ചകളും പിഴവുകളും എല്ലാം നമ്മൾ മറക്കുകയാണ്. അതൊക്കെ വേണമെങ്കിൽ അടുത്ത കളിയിൽ തിരുത്തിക്കോണം. നമ്മൾ ആഗ്രഹിച്ചത് മുംബൈയുടെ മണ്ണിൽ നേരിട്ട അപമാനത്തിന് നമ്മുടെ കോട്ടയിൽ മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി മുംബൈക്ക് മേൽ ബ്ലാസ്റ്റേഴ്സ് വിജയം കൈവരിക്കുക എന്നത് മാത്രമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ട എതിരാളികൾക്ക് ഒരു നരകതുല്യമാണെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു. ISLന്റെ ഈ സീസണിൽ തോൽവി എന്തെന്നറിയാതെ എത്തിയ മുംബൈ സിറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ ആദ്യ തോൽവി സമ്മാനിച്ചു. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഹോം മാച്ചുകളിൽ 1 തോൽവിയും അറിയാതെ കുതിപ്പ് തുടരുകയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മോഹൻ ബഗാനുമായി 27-ന് അവരുടെ തട്ടകത്തിൽ വെച്ചാണ്. കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.